തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ ഭാര്യ ഡിജിപിക്കും മനുഷ്യാവകാശ കമ്മീഷനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി. ചികിത്സ വൈകിപ്പിച്ച ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. നേരത്തെ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, കുടുംബം ആരോപണം ആവർത്തിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ ഡിജിപിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത്? എന്താണ് ഇനി കുടുംബത്തിന്റെ തുടർ നീക്കങ്ങൾ? ശ്രുതി, വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭാര്യ സിന്ധു പരാതി നൽകിയിരിക്കുകയാണ്. അതിപ്പോൾ 5 പേർക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും മറ്റും നടന്നു വരികയാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഡിജിപിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും മനുഷ്യാവകാശ കമ്മീഷനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിനും അതുപോലെ തന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരിക്കുന്നത്. വേണുവിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചികിത്സ നൽകാൻ വളരെയധികം വൈകിപ്പിച്ചിട്ടുണ്ട്. അതാണ് വേണുവിന്റെ മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവർ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമാത്രമല്ല, താനും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം അനാഥമാകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ചികിത്സ വൈകിപ്പിച്ച ഡോക്ടർമാർക്കെതിരെയും അതുപോലെ തന്നെ ഏതൊക്കെ കാരണം കൊണ്ട് മറ്റേതെങ്കിലും സ്റ്റാഫുകളൊക്കെ ഇതിന്റെ ഭാഗമായി ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും ഒക്കെ തന്നെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു പരാതിയിൽ എന്തായാലും അവർ ഉന്നയിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. DMEയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരുന്നത്. അതിന്റെ പ്രാഥമിക റിപ്പോർട്ടടക്കം ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ആശുപത്രിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി സമർപ്പിക്കാനുള്ളത് പൂർണ്ണമായ ഒരു റിപ്പോർട്ടാണ്. പക്ഷേ പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ഈ വേണുവിന്റെ ഭാര്യയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ അവർക്ക് ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് ഇന്നായിരുന്നു അവരോട് ഈ DME ഓഫീസിൽ ഹാജരായി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവർ എത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ 18-ാം തീയതി ഇവരുടെ വീട്ടിലേക്കെത്തി, കൊല്ലത്തുള്ള ഇവരുടെ വീട്ടിലേക്കെത്തി ഈ അന്വേഷണം നടത്തുന്ന സംഘം ഇപ്പോൾ അവരുടെ മൊഴിയെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്തായാലും ആരോഗ്യവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ DGPക്ക് അടക്കം ഇപ്പോൾ വേണുവിന്റെ ഭാര്യ പരാതി നൽകിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. സ്വാന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.